പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത ദൈവത്തിൽ ആശ്രയം വയ്പ്പീൻ എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും അവസ്ഥകളിലും നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ തയ്യാറാകുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ആശ്രയം മനുഷ്യനിലാണ് നാം ആശ്രയം വയ്ക്കുവാൻ ഇടയായിത്തീരുന്നത്. പലപ്പോഴും പ്രഭുക്കന്മാരിലും ധനാഢ്യന്മാരിലും നാം ആശ്രയം വയ്ക്കുമ്പോൾ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, കുതിരയെത്ര യുദ്ധത്തിന് ചമയിച്ചാലും ജയമോ ക്രിസ്തുവിൻ്റെ കരങ്ങളിലത്രേ എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ജയം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ നാം ആശ്രയിക്കുവാൻ ഇടയായിത്തീരണം. മനുഷ്യരിലെ ആശ്രയങ്ങൾ വൃഥാവാകും, പ്രഭുക്കന്മാരിലെ ആശ്രയങ്ങൾ വൃഥാവാകുന്നു, ധനാഢ്യന്മാരിലെ ആശ്രയങ്ങൾ വൃഥാവാകും. കുതിര എത്ര യുദ്ധത്തിന് ചമയിച്ചാലും ജയം ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ ഒരു ജയം പ്രാപിക്കുവാൻ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായിത്തീരണം. അതിനാധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഞാനൊന്ന് ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുക. അതിൻ്റെ 26-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയാം യാഗിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അവനവിടെ കാണാൻ കഴിയുന്നത് യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറപ്പ്, ഒരു പ്രത്യാശ യഹോവയായ ദൈവത്തിൽ ഉള്ളതിനാൽ നമ്മുടെ ആശ്രയം ആ യഹോവയിൽ ആശ്രയിക്കുവാനിടയായി തീരണം എന്ന തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവൻ അവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 26-ാം അധ്യായം യഹൂദയിലെ ജനങ്ങൾ ദൈവത്തിന്റെ രക്ഷയും സമാധാനത്തെ പുകഴ്ത്തിപ്പാടുന്ന ഒരു ഗീതമാണ്. മനുഷ്യരുടെ ശക്തിയോ സമ്പത്തോ അല്ല, ദൈവമാണ് യഥാർത്ഥ സുരക്ഷയെന്ന ഈ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. മനുഷ്യരുടെ പുകഴ്ചയോ അല്ലെങ്കിൽ മനുഷ്യരുടെ ശക്തിയോ ഒന്നുമല്ല നമുക്ക് പ്രാധാന്യം നൽകി തരുന്നത്. ദൈവമാണ് യഥാർത്ഥ സുരക്ഷ എന്ന് അവിടെ വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ, അതിനെ ആരെയെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാലും വിടുതൽ നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. മനുഷ്യന്റെ വാക്ക് കേട്ടും മനുഷ്യനിൽ ആശ്രയം വയ്ക്കുവാൻ നാം തയ്യാറാകാതെ നമ്മുടെ ഹൃദയം ഒന്ന് ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഇന്ന് നമുക്കറിയാം, പലരും ലോകത്തിലേക്ക് ആശ്രയം വെച്ച് മറ്റുള്ളവരുടെ വാക്കിന് ശ്രദ്ധ കൊടുത്ത് പലപ്പോഴും അവതാളത്തിലേക്ക് ചെന്ന് വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ പൂർണ്ണമായി ദൈവത്തിൽ ഒന്ന് ആശ്രയം വയ്ക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം ഒരു അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഇങ്ങനെ പഠിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വാസം വെക്കണം. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വാസം വെക്കണം. എപ്പോഴും നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടായെന്ന് വരില്ല, എപ്പോഴും സുഖ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അതിന് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ച് മനുഷ്യനിലല്ല നാം ആശ്രയം വയ്ക്കേണ്ടത്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുവാൻ അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്താൻ ഇടയായിത്തീരണം. പിന്നെ പറയുന്നത് സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസ്തതയിലും ആശ്രയിക്കുവാൻ ഇടയായിത്തീരണം. സ്വന്തം ബുദ്ധിയിലോ ശക്തിയിലോ ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ, നമ്മുടെ സ്വന്തം ബുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ നടക്കുമെന്ന് ചുമ്മാതാ. പ്രിയമുള്ളവരെ, ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസ്തതയിലും നാം ആശ്രയിക്കണം. സ്വന്തം ബുദ്ധിയിലോ ശക്തിയിലോ നമ്മുടെ കഴിവിലോ നമ്മൾ എന്ത് ചെയ്യരുത്, ആശ്രയിക്കരുത്.
പിന്നെ പറയും താൽക്കാലിക സഹായങ്ങളിലല്ല, നിത്യനായ ദൈവത്തിലാണ് യഥാർത്ഥ സുരക്ഷ എന്ന് പറയുന്നത്. താൽക്കാലിക സഹായങ്ങളിൽ ആമേൻ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോയാൽ അത് ശാശ്വതമായി നിലനിൽക്കത്തില്ല, അത് നശിച്ചു പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് വചനം പറയുന്നു, നിത്യനായ ദൈവത്തിലാണ് നാം യഥാർത്ഥമായി സുരക്ഷ കണ്ടെത്തുവാൻ ഇടയായിത്തീരേണ്ടത്. ആമേൻ. അവിടെ ഒരു ഉറപ്പിന്റെ പ്രതീകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറപ്പിന്റെ പ്രതീകമാണ്. ആമേൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണത്തിന്റെ പ്രതീകമാണ് ദൈവമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മാറ്റമില്ലാത്ത സ്ഥിരതയുടെ പ്രതീകമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുമ്പോഴെല്ലാം അത് പരാജയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു, നീ ശാശ്വതമായിരിക്കുന്ന പാറയാകുന്ന ക്രിസ്തുവിൽ നമ്മുടെ വിഷയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. മനുഷ്യനെ ആശ്രയിക്കാതെ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 18-2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ശൈലവും കോട്ടയുമാകുന്നു, എന്റെ രക്ഷയുമാകുന്നു. കർത്താവിന്റെ ശൈലവും കോട്ടയും എന്റെ രക്ഷയുമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ശാശ്വതമായ പാറയാകുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.